എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രേണുസുതിയാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ രേണുസുതി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ രേണുസുതിക്കെതിരെ കുറേ പേര് വീഡിയോ ഇട്ടിരുന്നു. രേണുസുതി കൊല്ലം സുധിയെ രണ്ടാമത് വിവാഹം ചെയ്തതാണ്. ആദ്യം വേറൊരാളെ വിവാഹം കഴിച്ചിരുന്നു. അതൊരു പാസ്റ്ററാണ്, അയാളുടെ പേര് ബിനു എന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഇപ്പൊ രേണുസുതി വന്നിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ നടന്നത്, എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് രേണുസുതി വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടുവെക്കാം. കോട്ടയം ഞാലിയാങ്കുഴിയിലുള്ള പാസ്റ്റർ ബിനു ചേച്ചി വിവാഹം കഴിച്ചു. അതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ വിവാഹം എന്നാണ്. അല്ല, ഇതൊക്കെ ആർക്കാ ഇത്ര തികഞ്ഞ് ബുദ്ധിമുട്ട്? പാസ്റ്റർ, ഏത് പാസ്റ്റർ? എനിക്ക് അങ്ങനെ ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് അറിയില്ല. പിന്നെ പഴയ കാര്യങ്ങൾ ഞാനും സുധിച്ചേട്ടനും ഒന്നായ സമയത്ത് എന്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട്, സുധിച്ചേട്ടന്റെ ലൈഫിലും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കുത്തിപ്പൊക്കി ഇങ്ങനെ കമന്റും ഒക്കെ വരാൻ ഇത്രയും നാൾ ഒരു വിഷയം ഇല്ലാതിരിക്കുവായിരുന്നു. മനസ്സിലായോ? ഒരു പ്രശ്നം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല. എന്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആ ഭർത്താവ് പറഞ്ഞ് ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ഇത്രയും നാൾ ആരും ചോദിച്ചിട്ടില്ല പാസ്റ്ററിനെ കെട്ടിയോ. കാരണം എന്റെ ലൈഫിൽ എന്താണ് മുന്നേ സംഭവിച്ചത് സുധിച്ചേട്ടനോട് ഞാൻ നല്ല ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. മൂത്ത മകന് അറിവായ 12 വയസ്സുണ്ടായിരുന്നവനെന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം വെച്ചത്. പിന്നെ ഇവിടെ ആർക്കായി ഇത്ര ബുദ്ധിമുട്ട്? പാസ്റ്ററിനെ കെട്ടി അല്ലെ ഇപ്പൊ കെട്ടിയാലും കെട്ടില്ല, ഇവറ്റകൾക്ക് എന്താ എനിക്കറിയില്ല. എന്നോട് ആരും ഞാൻ മറച്ചു വെച്ച് എന്നോട് ആരും ഇതുവരെയായിട്ടും ആരും ചോദിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്കത് പറയേണ്ട വന്നു. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന രേണുസുതിക്ക് കള്ളത്തരം പറയേണ്ട ഒന്നും ഒരു കാര്യമില്ല. കാരണം എന്നോട് ഇതുവരെയായിട്ടും അത് ചോദിച്ചിട്ടില്ല. മനസ്സിലായോ? എന്നോട് ആരും ഇത് ചോദിച്ചില്ല. ഇന്നാണ് നിങ്ങളാണ് എന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നത്. ചോദിക്കേണ്ട കാര്യമില്ല, ആരും ചോദിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നൊന്നും രേണുസുതി പറയേണ്ട കാര്യമില്ല. കാരണം അത് ആൾക്കാർ അറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നുള്ളത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ. നിങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് ആരും ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നും രേണുസുതി പറയേണ്ട കാര്യമില്ല. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കാര്യങ്ങൾ സംസാരിക്കണം, എന്ത് കാര്യങ്ങൾ പറയണം എന്നതൊക്കെ രേണുസുതിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ രേണുസുതിയും കൊല്ലം സുധിയും തമ്മിൽ അവർ തീരുമാനിച്ചിരുന്നു നമ്മുടെ പാസ്റ്റ് ഒന്നും ആരോട് പറയുന്നത്. അത് കറക്റ്റാണ്, അതുകൊണ്ട് അവർ പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ പറയുന്നവർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ തന്നെയല്ലേ. അത് നിങ്ങൾ ചിലപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അതിൽ രേണുസുതി വിഷമിക്കേണ്ട കാര്യമില്ല. എന്നോട് ചോദിക്കാത്ത കൊണ്ടാ അത് പറയാതിരുന്നേ എന്നും പറയേണ്ട കാര്യമില്ല. കാരണം ആരെങ്കിലും ചോദിക്കണോ, ചോദിക്കാതെ തന്നെ പറയണമായിരുന്നോ എന്നും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇന്റർവ്യൂ ആയിട്ട് മെയിൻ സ്ട്രീം വണ്ണാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. എനിക്കത് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാൻ നാളെ കള്ളിയാവരുത്. ഇതുവരെ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. അതാണ് ആരോപണങ്ങൾ ഉണ്ടായല്ലോ അങ്ങനെ ഇങ്ങനെ നല്ലത്. ഒരു ഇന്റർവ്യൂവിന് എന്റെ അടുത്ത് ആരും ചോദിച്ചില്ല, ചോദിക്കേണ്ട വന്നിട്ടില്ല. കാരണം ഈ 3-4 ദിവസമായിട്ടാണ് ഈ കുത്തിപ്പൊക്കലും കാര്യങ്ങളൊക്കെ. ഇതാണ്ട് വലിയ സംഭവമാണ് ഇവരുടെ വിചാരം. 10-12 കെട്ടി നടക്കുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത്, അല്ലെ 10-12 പോകുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത്. ഇവളെയൊക്കെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് ഇതൊക്കെ ആരാ എന്ന് പറഞ്ഞാൽ. ഇത് വലിയ സംഭവമാണ് ഇവരുടെയൊക്കെ വിചാരം. ഞാൻ അതുകൊണ്ട് ഇനി കയറി പോവോ, ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സെലിബ്രിറ്റി ആവോ, ഇതൊക്കെ ഓർത്തിട്ടാണ്. അല്ലാതെ ഇവരൊന്നും എനിക്ക് ഒരു 5 ഉപകാരമില്ലാത്തവരാണ് ഇവരൊക്കെ. അതെ. അപ്പോ ഈ തരത്തില് ചേച്ചി സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചത് അതൊരു സെക്കൻഡ് മാരേജ് ആണെന്ന് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയാം, എന്റെ സുധിച്ചേട്ടൻ എന്റെ അടുത്ത് പറയാം, പഴയ കാര്യങ്ങളൊന്നും ഇത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമാവട്ടെ. എന്തായാലും എന്റെ ലൈഫിൽ ഇപ്പം വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും വിവാഹം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടാണ്, രജിസ്റ്റർ മാരേജ് ആണ്. വിവാഹം എന്ന് രേണുസുതി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. സോ അങ്ങനെ ഇപ്പൊ അഥവാ നടന്നത് എന്റെ ഭർത്താവിനും എനിക്കും ഇടയിലെ കാര്യങ്ങൾ, അല്ലെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എനിക്കും ഇടയിലെ കാര്യങ്ങളാണ്. അതാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അതുപോലെ കിച്ചുവിനോട് മറച്ചു വെച്ചിട്ടില്ല. പതകമില്ല. അപ്പം പറയും ഇവള് സൂച്ചേട്ടൻ മരിച്ചു കൊണ്ട് അവള് കള്ളത്തരം പറഞ്ഞു. ഇനി സൂച്ചേട്ടൻ തിരിച്ചു വന്ന് പറയില്ലല്ലോ. ഞാൻ സൂച്ചേട്ടനോട് മാത്രമല്ല എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫിൽ സംഭവിച്ചോ, പാസ്റ്റ് എന്ത് സംഭവിച്ചോ അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിന് അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയല്ലേ അന്ന്, അവനോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലാരിഫിക്കേഷൻ. എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ലൈഫായി. ഈ കമന്റ് ഇടുന്നവരോട് പറയുന്നത് ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ളു എനിക്ക് മറുപടി. ഇത് ഞാൻ അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ്. നീ അത് മാത്രം ചിന്തിച്ചാൽ മതി. പുറമെ നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവ്, അത് മാത്രം പുറത്ത് പറഞ്ഞാൽ മതി. പിന്നെ കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് എന്നോട് ചോദിച്ചാൽ പറഞ്ഞത്. കിച്ചുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, ആളുടെ കാര്യം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യത്തെ ആ വൈഫിന്റെ പേര് പോലും ഏട്ടൻ സ്റ്റാർ മാജിക് പറഞ്ഞത്. എനിക്ക് എന്നെ നിയമപരമായിട്ട് ഞാൻ ഇപ്പം പറയുന്ന ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല. ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് ഇവർ പറയുന്ന പോലത്തെ പാസ്റ്റേ അല്ലായിരുന്നു എനിക്ക്. ഞാൻ എന്താണ് അത് സംഭവിച്ചത് അത് സൂചിച്ചാണ്ട് ക്ലാരിഫൈ. ഈ പറയുന്ന ഈ ആരോപണം ഉദ്ദേശിച്ച് ഈ പുള്ളി പോലും ഇത് ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, അയാൾ പോലും ഇത് അറിഞ്ഞു കാണത്തില്ല. ആരോപണം വരുന്ന കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാൾ ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയില്ല പാസ്റ്ററിനെ ഒന്നും അറിയില്ല. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്ക് ഇതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത് എന്നോട് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പഴയത് പറയരുത്.
ഇതിനകത്ത് എന്നെ ദൈവമാരി പറഞ്ഞു വെക്കുന്നു. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം അവരോടാണ് ഞാൻ പറയുന്നത്. നിന്റെയൊക്കെ വീട്ടിലെ ആർക്കേലും ഈ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നീയൊക്കെ എടുത്ത് വ്ലോഗ് ആക്കുമോ? ഇത് നിന്നെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. അത് കോമഡി ആയിപ്പോയി. ഈ പാസ്റ്റർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. പാസ്റ്റർ പോലും അറിഞ്ഞില്ല പുള്ളിക്കാരിയായിട്ടുള്ള കല്യാണം നടന്ന വിവരം. അതെന്തായാലും തമാശ, ചിരിക്കാനുള്ളതുണ്ട്. അത് അങ്ങനെയാണ് ഓരോരുത്തരും ഓരോന്ന് അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. എന്തായാലും രേണുസുതിക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. രേണുസുതി വേറെ വിവാഹം കഴിച്ചിരുന്നോ ഇല്ലയോ, പാസ്റ്ററാണ് വിവാഹം കഴിച്ചിരുന്നതെന്ന്. പുള്ളിക്കാരിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പുള്ളിക്കാരി തുറന്ന് തന്നെ സമ്മതിക്കുന്നു. എന്നാൽ അതൊരു പാസ്റ്റർ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിന് ശേഷം ഈ കൊല്ലം സുധിയുടെ മകന് പുള്ളിക്കും കുറെ പേര് മെസ്സേജ് അയച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, കിച്ചു നീ തളരരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കേട്ടു വെക്കാം. അതിനകത്ത് കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകും. അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്ക് അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട് പറയട്ടെ, അതെ അറിയാലോ ആരാന്ന്. ആ എല്ലാവർക്കും അറിയാവുന്നവർക്ക് പുള്ളി അറിയാം, പുള്ളി എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം. അതാണ് അതിന് ശരി. പുള്ളിയെ അറിയാവുന്നവർക്ക് പുള്ളിയെ നന്നായിട്ട് അറിയാം. പുള്ളിയുടെ മകനായ കിച്ചുവിന് നന്നായി അറിയാം തന്റെ അച്ഛൻ എങ്ങനെയാണെന്നുള്ളത്. നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതാണ് പുള്ളി പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.